ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുല്യതയിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഇതുവരെ ഏതൊക്കെ നോക്കിയെന്ന് ചോദിച്ചാൽ നമ്മുടെ സിലബസിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരൊറ്റ ചാപ്റ്റേഴ്സിൽ നിന്ന് നോക്കിയത്. സാമ്പത്തിക അസമത്വങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മിശ്ര ഭോജനം എന്നൊരു ടേബിളിൽ നിന്ന് തന്നെ നമ്മൾ 2 പേരെക്കുറിച്ച് മുഴുവനായി പഠിച്ചു. ആരെക്കുറിച്ച്? വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പൻ. അതിൽ തന്നെ സമത്വ സമാജത്തെക്കുറിച്ചിട്ടും നമ്മൾ മുഴുവനായി പഠിച്ചു. അത് കൂടാതെ തന്നെ ഇവരെക്കുറിച്ച് പഠിച്ചതല്ലാതെ നമ്മൾ മേൽമുണ്ട് സമരം പഠിച്ചപ്പോൾ ചാന്നാർ ലഹളയെക്കുറിച്ചിട്ടും മുഴുവനായി നമ്മൾ അതിൽ പറയുകയുണ്ടായി. അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞു. അയ്യങ്കാളിയുടെ പുലിയ ലഹള, വില്ലുവണ്ടി സമരം, 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ പെരുന്നാട് ലഹള എന്നറിയപ്പെടുന്ന 90-ാം ആണ്ട് ലഹള, അതിനെക്കുറിച്ചും നമ്മൾ മുഴുവനായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സാമൂഹിക അസമത്വം എന്ന ടോപ്പിക് എടുത്തപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം, മൗലികാവകാശങ്ങളിൽ ആദ്യത്തേതായി പറയുന്ന സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചും അതിൽ പറയുന്ന ആ 4 അവകാശങ്ങളും ഓരോന്ന് ആർട്ടിക്കിൾ വെച്ചിട്ട് അതും നമ്മൾ പറയുകയുണ്ടായി. ഇനി നമുക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നു എന്നാണ്. ഈ ജനങ്ങളുടെ ഈ അസമത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? എല്ലാ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാറില്ല അല്ലേ? അങ്ങനെ ആകുമ്പോൾ സർക്കാർ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ കടമയാണ്. ഈ സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കാരങ്ങളും ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അസമത്വം നേരിടുന്ന ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാലോ, നമ്മൾ റേഷൻ കട വഴികളും സപ്ലൈകോ വഴികളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് നമ്മളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അതായത് ഇല്ലാത്തവർക്ക്, അസമത്വം നേരിടുന്നവർക്ക് നമ്മൾ പറഞ്ഞു സാമ്പത്തികമായിട്ട് ഒരേ വരുമാനം അല്ല പറഞ്ഞാൽ അവിടെ തന്നെ ഒരു അസമത്വം വരില്ലേ? അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണ കാര്യങ്ങളിലായാലും അതുപോലെ പാർപ്പിടത്തിന് വേണ്ടിയിട്ട് പല പദ്ധതികളുണ്ട് അല്ലേ? വീട് വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം, വിധവകളുടെ മക്കൾക്കായാലും പലർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സർക്കാർ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ആരോഗ്യ സുരക്ഷ എന്ന് നോക്കുമ്പോൾ ഒരുപാട് പദ്ധതികളുണ്ട് അല്ലേ? ആരോഗ്യ സുരക്ഷ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാൻ. ഇതൊക്കെ ഞാൻ പ്രത്യേകം പദ്ധതികൾ എന്നുള്ളൊരു ടോപ്പിക്കിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം എല്ലാ പദ്ധതികളും കുട്ടികളുടെ, മുതിർന്നവരുടെ, വയോജനങ്ങളുടെ ആയാലും സ്ത്രീകളുടെ ആയാലും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആയാലും എല്ലാവർക്കുമുള്ള പദ്ധതികളെക്കുറിച്ചിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരുകളും അതുപോലെ ഇവർ 2 പേരും ചേർന്നിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നോക്കാം. ക്ഷേമ പെൻഷനുകൾ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ എന്നിവരെല്ലാം എന്താണ്? ഈ ക്ഷേമ പെൻഷൻ്റെ പ്രധാന ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കളാണ്. ഇനി സർക്കാർ ഒരുപാട് ക്ഷേമ പെൻഷനുകൾ നടപ്പിലാക്കുന്നുണ്ട് അല്ലേ? കർഷക തൊഴിലാളി പെൻഷൻ, അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നുണ്ട്, വിധവ പെൻഷൻ, ഭിന്നശേഷിക്കാർക്ക്, 50 കഴിഞ്ഞ അവിവാഹിതരായ ആൾക്കാർക്ക്, അതുപോലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നിങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? പെൻഷനുകൾ, അതായത് സാമൂഹിക അസമത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സ്കോളർഷിപ്പുകൾ, വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അസമത്വം കുറയ്ക്കാനും വേണ്ടിയിട്ട് നമുക്കെല്ലാം സ്കൂളുകളിൽ പഠിക്കുമ്പോൾ മാർക്കിൻ്റെ മാനദണ്ഡത്തിലായാലും എല്ലാവരും വേറെ പല മാനദണ്ഡത്തിലും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? സ്കൂളുകൾ വഴി സ്കോളർഷിപ്പുകളെല്ലാം
ലഭിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ സ്കൂൾ ഐറ്റംസുകളൊക്കെ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിതരണ കേന്ദ്രങ്ങളും മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവയും സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ എല്ലാ സാധനങ്ങളും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് സബ്സിഡി. എന്താണ് സബ്സിഡി എന്ന് പറയുന്നത്? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പ കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു. അപ്പോൾ സബ്സിഡി തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പണമായി നൽകുന്ന, രണ്ടാമത്തെ പരോക്ഷ സബ്സിഡി. അതായത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന നികുതി കുറച്ചിട്ടോ അല്ലെങ്കിൽ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കിയിട്ടോ ഒക്കെ നമുക്ക് സബ്സിഡികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഈ അയൽക്കൂട്ടം വഴിയൊക്കെ നമുക്ക് സബ്സിഡി വഴിയുള്ള ലോണുകൾ, വായ്പകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഈ ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പരിപാടികളും പദ്ധതികളും ആര് നടത്തുന്നുണ്ട്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. എന്നാണ് തൊഴിലുറപ്പ് പദ്ധതി? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇതിലെങ്ങനെയാണ്? ജോലി ആവശ്യപ്പെട്ട അപേക്ഷ സമർപ്പിച്ച് 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകണം എന്ന രീതിയിലാണ് ഇതിൻ്റെ അപേക്ഷയെല്ലാം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ ലഘൂകരണം, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, സ്ത്രീ ശാക്തീകരണം എന്നിവയെല്ലാമാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത് 2005 ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിൻ്റെ പേര് മാറ്റണം, അതുപോലെ ഇതിൻ്റെ പേര് മാറ്റി MGNREGA എന്ന് പേരാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ബില്ലുകൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ദിവസം എന്നുള്ളത് 125 തൊഴിൽ ദിവസങ്ങൾ എന്നാക്കി മാറ്റണമെന്നും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ കുറച്ച് പദ്ധതികളും കൂടി നോക്കാം. ലൈഫ് മിഷൻ പദ്ധതി. എന്നാണ് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതി കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, അതായത് ലൈഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര അതുപോലെ തന്നെ സംസ്ഥാന കേരള സർക്കാരുകൾ രണ്ടുപേരും കൂടി നടത്തുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, അതുപോലെ തന്നെ ഭൂരഹിതർക്ക്, ഭവനരഹിതർക്ക്, അതുപോലെ പണി പൂർത്തിയാവാത്തവർ, ഭവനത്തിന് പണി പൂർത്തിയാവാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെയുള്ള പദ്ധതിയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി. നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ, ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് വെച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഈ പദ്ധതിയെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ള. അടുത്തത് തീരമൈത്രി. തീരം എന്ന് കേട്ടാലേ നമുക്കറിയാം അതാരിനെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കാം? മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തീരദേശത്തുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരിക്കും അല്ലെ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ഈ തീരമൈത്രി എന്ന് പറയുന്നത് തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ തീരമൈത്രി പദ്ധതി എന്ന് പറയുന്നത്. അതായത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകൾക്കായിട്ട് അവരെ സംരംഭകരാക്കിയിട്ട് സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതിയാണ് ഈ കേരള സർക്കാർ നടപ്പിലാക്കുന്ന തീരമൈത്രി പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകൾക്കും സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടുള്ള പദ്ധതി കൂടിയാണ് തീരമൈത്രി എന്ന് പറയുന്നത്. അടുത്തത് കൈവല്യ പദ്ധതി. കൈവല്യ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ആര് നടപ്പിലാക്കുന്നതാണ്? കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം, കൈവല്യ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് വിദ്യാവാഹിനി. വാഹിനി എന്ന് ഉദ്ദേശിച്ച വാഹനം എന്നുള്ള ലെവലിൽ ആലോചിച്ച് വെക്കുക.
ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത്. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക. അതായത് നമുക്കറിയാലോ, ഒരുപാട് ദൂരമായോ, സ്കൂളുകൾ ദൂരമായാലോ, അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോവാതിരിക്കുമല്ലോ, അതിനെല്ലാം തടയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ വിദ്യാവാഹിനി പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് ജനനി ജന്മരക്ഷാ പദ്ധതി. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷാ പദ്ധതി. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷാ പദ്ധതി. പ്രതിഭാതീരം പദ്ധതിയോ തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം എന്ന് പറയുന്നത്. തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത ഗോത്രബന്ധു. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കുക? ഗോത്ര വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണിത്. ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കാനും കൊഴിഞ്ഞുപോക്ക് തടയാനും വേണ്ടിയിട്ട് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് പദ്ധതി എന്ന് പറയുന്നത്? ഗോത്ര ബന്ധു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്നത്. ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? സുഭിക്ഷ കേരളം പദ്ധതി. അതുപോലെ തന്നെ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കോക്ലിയ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ധ്വനി പദ്ധതി. നവജാത ശിശുക്കളുടെ കേൾവി തകരാറിന് പരിശോധിക്കാനുള്ള പദ്ധതിയാണ് കാതോരം പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ കുട്ടികളിലെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഹൃദയം പദ്ധതി എന്ന് പറയുന്നത്. ഗവൺമെൻറ് ആശുപത്രികൾ വിപുലീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? അനുയാത്ര പദ്ധതിയാണ്. മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. പകർച്ചവ്യാധി പ്രതിരോധ പദ്ധതി ഏതാണ്? ആരോഗ്യ ജാഗ്രതയാണ്. സ്കൂളുകൾ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് യെല്ലോ ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ മാനസികാശുപത്രികളിൽ നിന്ന് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ അസുഖം മാറി വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്കുള്ള യാത്ര സൗജന്യമാക്കി നൽകുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി എന്ന് പറയുന്നത്. ക്യാൻസർ ബോധവൽക്കരണ പദ്ധതി ഏതാണ്? സ്വാസ്ഥ്യം പദ്ധതിയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ക്ലാസ് ആയിരുന്നു. വെറും പദ്ധതികളല്ലാണ്ട് കൂടുതലായിട്ട് ഇതിൽ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ക്ലാസ് ചെറുതാണെങ്കിൽ കൂടി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഈ ഒരു 5ാം ക്ലാസ്സിലെ ചാപ്റ്ററായ തുല്യതയിലേക്ക് എന്നുള്ള ആ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ 3 ക്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 3 ക്ലാസ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ പദ്ധതികളിൽ കുറച്ചേതുള്ളെങ്കിൽ നമുക്ക് ഒരുപാട് പദ്ധതികൾ നമുക്ക് ഇനിയും പഠിക്കാനുള്ള ഓൾറെഡി ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണം പറഞ്ഞ പ്ലേലിസ്റ്റിൽ പോയാൽ കിട്ടുകയും ചെയ്യും. സ്പെഷ്യൽ ടോപ്പിക്കിൽ വല്ലതും നോക്കിയാൽ അത് അവിടെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.